താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. മൊബൈൽ കട്ട് ചെയ്ത് തളർച്ചയോടെ ജയൻ ബെഡിലിരുന്നു. എന്താ കുട്ടേട്ടാ, എന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നല്ലോ. ജയന്റെ കണ്ണിലുരുണ്ടുകൂടിയ നീർത്തുള്ളി പൊട്ടി താഴേക്ക് വീണു. ദേവിയെ ചേർത്ത് പിടിച്ചു ആശ്വാസത്തിനായി. വിജി, അവൾ പോയടോ. വീട്ടിൽ നിന്ന് അച്ഛനാണ് വിളിച്ചത്. അല്പം മുമ്പായിരുന്നു. ദേവിക്കും എന്തു പറഞ്ഞ് ജയനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവളെ കണ്ടിട്ട് വന്ന സമയം മുതൽ അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമുണ്ടെന്ന് ദേവിക്ക് അറിയുമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ അവളുടെ മനസ്സ് ഗതിമാറി സഞ്ചരിച്ചെങ്കിലും എന്നും ഒരു അനിയത്തിയുടെ സ്ഥാനമായിരുന്നു അവളോട്. ആക്സിഡന്റിൽ കിടപ്പായപ്പോൾ പലപ്പോഴും വേദനിച്ചിട്ടുണ്ട്, ഇങ്ങനെ അവളെ കാണേണ്ടി വന്നല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും തനിച്ചാക്കി പോയെന്ന് കേട്ടപ്പോൾ മനസ്സിൽ താങ്ങാൻ കഴിയുന്നില്ല. നമുക്ക് പോവണ്ടേ കുട്ടേട്ടാ വിജയെ കാണാൻ? ദേവി, എനിക്ക് അല്പസമയം തനിയെ ഇരിക്കണം, അത്രമാത്രമേ പറഞ്ഞുള്ളൂ. പെട്ടെന്നത് കേട്ടപ്പോൾ ദേവിക്ക് വേദന തോന്നിയെങ്കിലും അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ദേവി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹാളിലെ സോഫയിൽ ചാരിയിരിക്കുമ്പോൾ ദേവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ കുട്ടേട്ടൻ അത്രമാത്രം തകർന്നു പോയി ആ മനുഷ്യൻ. ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് കണ്ണുമടച്ചിരുന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്നു ജയൻ. ഒന്നും മിണ്ടിയില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം ദേവി, ഡ്രസ്സ് മാറി വാ. മോളെയും അമ്മയും കൂടി വിളിക്ക്. 4 പേരും കൂടി കാറിൽ രാത്രിയിൽ തന്നെ അവിടെ എത്തി. ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരും ഉണ്ടായിരുന്നില്ല. കുളിപ്പിച്ച് നടുത്തളത്തിൽ നിലവിളക്കിൻ്റെ മുന്നിൽ കിടത്തിയിരിക്കുന്നവളെ കണ്ടപ്പോൾ നെഞ്ചിൽ ഭാരമേറി. മുൻപൊരിക്കൽ ഇതേപോലെ ചിത്രയും മോനെ ജയ പോയി, ആർക്ക് ശല്യമാകാതെ എൻ്റെ മോള് പോയി. ഞങ്ങളുടെ 2 മക്കൾക്കും അൽപായുസായി പോയല്ലോ. ഇതൊക്കെ കാണാൻ ഞങ്ങൾ എന്ത് പാപം ചെയ്തു? അയാൾ കുഴഞ്ഞ് ജയൻ്റെ മേലേക്ക് വീണു. സർവവും തകർന്നിരിക്കുന്ന അമ്മയുടെ അടുത്ത് ദേവി ചെന്നിരുന്നു. ചായാൻ ഒരു തോള് കിട്ടിയ പോലെ അവർ അവളെ ചേർത്ത് പിടിച്ചു. ജീവിച്ചു മതിയായില്ല അവൾക്ക്. ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് ഈശ്വരൻ അൽപായുസ് കൊടുത്തു. ഇതൊക്കെ കാണാൻ ഞങ്ങളെ മാത്രം ബാക്കിയാക്കി. ഈ ജന്മം മതിയായി. ആരോടും വിളിച്ചു പറഞ്ഞില്ല. പക്ഷേ രാവിലെ ജയനെ എന്തോ ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ദേവിയെ വിളിച്ചു. ദേവിയും കോൾ എടുക്കാത്തത് കൊണ്ട് മഹേശ്വരി അമ്മയെ വിളിച്ചു. അപ്പോഴാണ് സിദ്ധു കാര്യം അറിഞ്ഞത്. സിദ്ധുവും ഹരിയും സച്ചിനും ദത്തനും കൂടിയാണ് മരണ വീട്ടിലെത്തിയത്. പാതിരാത്രി എപ്പോഴോ വന്നതാണ്. നേരം പുലർന്നു. മോൾക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ അവൾ ദേവിയുടെ മാറിൽ പരതി. അവൾ കുഞ്ഞിനെയും എടുത്ത് സിദ്ധുവിൻ്റെ അടുത്തെത്തി. ഏട്ടാ, മോൾക്ക് വിശക്കുന്നു, പുറത്തു കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമോ? നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം മോളുടെ കാര്യം. ഏകദേശം രാഹുകാലം കഴിഞ്ഞതും ബോഡി എടുക്കാനുള്ള സമയമായി. ഇനി ആരും വരാനില്ലല്ലോ. അപ്പോൾ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. കർമ്മം ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഉടനെ വരണം. അകത്തുനിന്ന് തലമൂത്ത ആരോ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നോക്കി. എൻ്റെ മോളുടെ കർമ്മം ഞാൻ തന്നെ ചെയ്യാം. അച്ഛൻ മുന്നോട്ട് വന്നതും ആരോ അയാളെ തടഞ്ഞു നിർത്തി. മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു ജയനെ. ഞാൻ ചെയ്യാമച്ച അവളുടെ കർമ്മം. എത്ര തടയാൻ ശ്രമിച്ചിട്ടും ജയൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെയും അനിയത്തിയുടെയും ചിതയ്ക്ക് കൊള്ളിവെക്കാൻ ഈശ്വരൻ തന്നെയാണ് നിയോഗിച്ചത്. വല്ലാത്ത വിധി തന്നെയായി പോയി. ജയൻ തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ സിദ്ധുവും ഹരിയും അവന് താങ്ങായി നിന്നു. മറക്കാൻ ശ്രമിക്കുന്ന പലതും കൺമുന്നിൽ മെഴുവോടുകൂടി തിളങ്ങി നിന്നു. ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞ് പിന്നിലേക്ക് വേച്ചു പോയ ജയനെ സിദ്ധു താഴെ വീഴാതെ പിടിച്ചു നിർത്തി. കുഞ്ഞിനെയും മാറോടക്കി പിടിച്ച് ദേവി ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറി നിന്നു. ജയൻ്റെ ഉള്ളു വേവുന്നത് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ ദേവി ഭയപ്പെട്ടു. ആകെയുള്ള ബന്ധുക്കൾ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവിടെ ജയയും ദേവിയും സിദ്ധുവും ഹരിയും മഹേശ്വരിയമ്മയും ബാക്കിയായി. സിദ്ധുവും ഹരിയും യാത്ര പറഞ്ഞു പോകുമ്പോൾ ദേവിയും ജയനും മഹേശ്വരിയമ്മയും അന്ന് പോയില്ല. അന്നത്തെ ദിവസം അവരെ 2 പേരെയും തനിച്ചാക്കുക എന്നത് അത്രമാത്രം വേദന നിറഞ്ഞതായിരുന്നു. അകത്തെ മുറിയിൽ ജയൻ കയറി പോകുമ്പോൾ ഉറങ്ങിയ മാതുമോളെയും കൊണ്ട് ദേവി പിന്നാലെ ചെന്നു. ഒരനക്കവും ഉണ്ടാക്കാതെ അവൾ കുഞ്ഞിനെ ബെഡിൻ്റെ ഓരത്ത് കിടത്തി അരികിലായി കയറി കിടന്നു. ജയൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവളുടെയും കുഞ്ഞിൻ്റെയും അടുത്ത് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. മുതുകിൽ അവൻ്റെ കണ്ണുനീരിൻ്റെ ചൂടറിഞ്ഞപ്പോൾ മനസ്സിലായി കരയുകയാണെന്ന്. ആ സങ്കടം മുഴുവൻ എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് ദേവിയും കരുതി. ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ സങ്കടങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് കിടന്നു. എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇരുവരും. വിജയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജയനും അമ്മയും ദേവിയും വീട്ടിലേക്ക് തിരികെ പോകിയത്. ഒരു കാര്യം പറയാൻ കരുതിയിരിക്കുകയായിരുന്നു. ഈ വലിയ വീടും ഞങ്ങളും മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. സ്വന്തമെന്ന് പറയാനും സമ്പാദിച്ചു വയ്ക്കാനും ഞങ്ങൾക്കാരുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്വത്തിൻ്റെ പകുതി ഭാഗം മാതുമോളുടെ പേരിലേക്ക് മാറ്റാമെന്ന് കരുതുന്നു.
അതൊന്നും വേണ്ട അച്ഛാ. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും പിന്നീട് ശരിയാവില്ല. നീ അങ്ങനെ പറയരുത് മോനെ. 2 പെൺമക്കളുണ്ടായിരുന്നത് 2ഉം പോയി. ഇനി ആകെയുള്ളത് മോളുടെ ചോരയിൽ പിറന്ന ഈ കുഞ്ഞു മാത്രമാണ്. സ്വത്തിൻ്റെ പകുതി ഭാഗം ഞങ്ങൾ ഒരു ശരണാലയത്തിൻ്റെ പേരിലേക്ക് എഴുതി വെക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ ഞങ്ങളുടെ താമസം ഇനി അവിടേക്ക് മാറ്റാനും. അത് കേട്ടതേ ജയിൻ്റെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ശരണാലയത്തിൽ പോയി താമസിക്കാമെന്നോ? അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് 2 പേർക്കും എൻ്റെ കൂടെ വന്നൂടെ? ഞാൻ നിങ്ങളുടെ മകനല്ലേ? നീ ഞങ്ങളുടെ മകനല്ലെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യമാണ് നിന്നെപ്പോലെ ഒരു മകനെ കിട്ടിയത്. പക്ഷേ ചിത്രയുടെയും വിജിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്ടിൽ ഞങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഞങ്ങൾ എന്തായാലും അവിടേക്ക് മാറാമെന്ന് കരുതി. ഇത് കുറച്ച് ദിവസമായി ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. മോൻ എതിർപ്പൊന്നും പറയരുത്. ഈ വീടും സ്ഥലവും എല്ലാം മോളുടെ പേരിൽ എഴുതി വയ്ക്കുകയാണ്. ഞങ്ങളുടെ ഒരേ ഒരു അവകാശി ഇനി ഇവൾ മാത്രമല്ലേ? നാളെ തന്നെ ഞങ്ങൾക്ക് ശരണാലയത്തിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്തു തരണം. ഒന്നുകൂടി ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ പോരെ അച്ഛാ? ജയൻ അവസാനമായി അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഇല്ല ജയ, ഈ തീരുമാനത്തിന് മാറ്റമില്ല. ഞങ്ങൾക്കിനി ഇവിടെ കഴിയാൻ പറ്റില്ല. 2 പെൺമക്കളുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കൊള്ളിവെക്കാൻ ആരുമില്ലെന്ന് ഒരുപാട് വിഷമിച്ചിരുന്നു. ചിത്രമോളുടെ വിവാഹം കഴിഞ്ഞ് ജയൻ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു മകനെ കിട്ടി. സന്തോഷമായിരുന്നു നിങ്ങളുടെ ജീവിതം കണ്ട്. അപ്പോൾ ഈശ്വരന്മാർക്ക് പോലും സഹിച്ചില്ലായിരിക്കും. അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ ആദ്യം അങ്ങ് വിളിച്ചത്. അവളുടെ മരണത്തോടെ പകുതി ചത്തു. പിന്നെ നിന്നെയും കുഞ്ഞിനെയും ഓർത്തായിരുന്നു വേദന മുഴുവൻ. അപ്പോഴാണ് വിജിയുടെ സ്വഭാവമാറ്റവും അത് നിനക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും എത്രത്തോളമാണെന്ന് അറിഞ്ഞത്. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നീയൊരു വിവാഹം കഴിച്ചപ്പോൾ പകുതി സമാധാനമായി. ദേവിമോള് ഞങ്ങളുടെ ചിത്രമോളെ പോലെ തന്നെയാണ്. അതിനുശേഷം സങ്കടം മുഴുവനും വിജിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഓർത്തായിരുന്നു. പല വിധത്തിലും അവൾ നിന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്നപ്പോഴും അവളെ ഞങ്ങളും ഒരുപാട് വഴക്കു പറയുകയും എതിർക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതൊന്നും അവളിൽ ഇത്തിരി പോലും മാറ്റമുണ്ടാക്കിയില്ല. എന്നാൽ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ വിധി അവളോട് ക്രൂരത കാട്ടിയപ്പോൾ അവളുടെ ഈ അവസ്ഥ കണ്ട് മരിച്ചുപോയെങ്കിൽ എന്നുപോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവളും വിട്ടുപോയപ്പോൾ ഞങ്ങളുടെ മരണം പൂർത്തിയായി. ഇനിയും ഈ ഭൂമിയിൽ പാഴ് ജന്മങ്ങളായി ഞാനും ഇവളും. ഒരു സ്വന്തം ബന്ധത്തിൻ്റെയും തണലിന് ഇനി വേണ്ട ജയ. ഭാര്യയുടെയും സഹോദരിയുടെയും കർമ്മം നീ ചെയ്തു. ഇനി ഞങ്ങൾക്കും കൂടി വേണ്ട മോനെ. ശരണാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്കുണ്ടാവില്ല. മരിച്ചുപോയെന്നറിഞ്ഞാൽ പോലും നീ വരരുത്. ഞങ്ങൾക്ക് കൂടി ഇനിയും നിന്നെ കൊണ്ട് വേണ്ട. അത് വേണ്ട. ഒരു കുടുംബത്തിൻ്റെ മുഴുവനും ഒന്നും വേണ്ട. നാളെ തന്നെ ഞങ്ങൾ പോകും. പിന്നീട് ഒരിക്കലും ഒരു മടക്കമുണ്ടാവില്ല. മാതുമോളെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് 2 പേരും വിതുമ്പി. അവളുടെ കവിളിൽ ചുംബനവും നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി. വൈകുന്നേരത്തോടു കൂടിയാണ് ജയനും ദേവിയും അമ്മയും വീട്ടിലെത്തിയത്. ആരുടെയും മുഖത്ത് തെളിച്ചമില്ലായിരുന്നു. ദേവി മോളെ കുറിപ്പിച്ച് ഡ്രസ്സ് മാറ്റി. അവളും കുളിച്ചു. രാത്രിയിലേക്കുള്ള ആഹാരം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. ജയന് ദേവിയുടെ ഒഴിഞ്ഞുമാറ്റം നന്നായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല. സമയം വരട്ടെ എന്ന് കരുതി. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി അവൻ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ജയൻ്റെ നോട്ടത്തെ അവൾ മനഃപൂർവ്വം അവഗണിച്ചു. അവർക്കിടയിൽ എന്തോ ചെറിയ അസ്വാരസ്യമുണ്ടെന്ന് മഹേശ്വരി അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷേ അവർ അതിനെക്കുറിച്ച് 2 പേരോടും ചോദിച്ചില്ല. അന്ന് രാത്രി മഹേശ്വരി അമ്മ നിർബന്ധപൂർവ്വം മാതുമോളെ അവരുടെ ഒപ്പം കിടത്തി. ജയൻ വാഷ്റൂം പോയി വരുന്നതിന് മുമ്പേ തന്നെ ദേവി ബെഡ് കുടഞ്ഞു വിരിച്ച് നേരത്തെ കിടന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് ജയൻ അറിയാമായിരുന്നു. കുറച്ച് ദിവസമായുള്ള അവഗണനയുടെ കാരണം അവന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ദേവിയുമായി പിണങ്ങിയിരിക്കാൻ ജയന് കഴിയില്ല. ദേവിയുടെ അടുത്ത് വന്നിരുന്ന് ദേവൻ പതിയെ തട്ടി വിളിച്ചു. ദേവി, ദേവി ഡി, നീ ഉറങ്ങിയോ? ദേവി കണ്ണു തുറന്നു നോക്കി എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ ദേവി തയ്യാറല്ലായിരുന്നു. സോറി ദേവി, ഞാൻ... വേണ്ട കുട്ടേട്ടാ, വേണ്ട. ദേവി, നീ എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. കുട്ടേട്ടന് എന്താ പറയാനുള്ളത്? സ്വയം ന്യായീകരിക്കാൻ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അതൊക്കെ കേട്ടിരിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ കൂടി കുട്ടേട്ടൻ മനസ്സിലാക്കണം. ചിത്രയ്ക്ക് പിന്നാലെ വിജയം കൂടി പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന തീരാ നഷ്ടമാണ്. അത് കുട്ടേട്ടനെ പോലെ എനിക്കും നന്നായി അറിയാം. കുട്ടേട്ടൻ എന്നോട് പറഞ്ഞത് എന്താണ്? കുട്ടേട്ടനെ തനിയെ വിടണമെന്ന്. തനിയെ ഞാൻ വിട്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായി. ഇനിയും അങ്ങനെ മതി കുട്ടേട്ടാ. കുട്ടേട്ടൻ്റെ മനസ്സിൽ ചിത്രയുടെ സ്ഥാനം എത്രമാത്രം വലുതാണെന്ന് എനിക്ക് നന്നായി അറിയാം. വിജി അനിയത്തിയാണെന്നും അറിയാം. പക്ഷേ എന്നിട്ടും കുട്ടേട്ടൻ എന്നെ മാറ്റി നിർത്തി. ആ ഒരു നിമിഷം ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് കുട്ടേട്ടൻ അറിയില്ലേ? അതാണ് എന്നെ തളർത്തിയത്. കുട്ടേട്ടൻ്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം പകരാനാണ് ഞാൻ വന്നത്. ഓരോ വാക്കുകൾ അവൾ പറയുമ്പോഴും അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു. ഇനി കുട്ടേട്ടൻ എന്തൊക്കെയാണ് പറയാനുള്ളതെങ്കിലും അതൊന്നും എൻ്റെ വിഷമത്തിന് പകരമാകില്ല. ജയന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല.
അവളുടെ സങ്കടത്തിന് കാരണക്കാരൻ താനാണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അന്ന് രാത്രി 2 പേർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ദേവി എഴുന്നേൽക്കുമ്പോൾ കണ്ണ് നീര് വെച്ച് വീർത്തിട്ടുണ്ട്. ജയൻ അപ്പോഴും ഉറക്കമാണ്. രാവിലെ അടുക്കളയിൽ ജോലിയെല്ലാം വേഗം തീർത്ത് മോൾ ഉണർന്നതും അവളെ കുളിപ്പിച്ചൊരുക്കി. അമ്മ, ഞാനിന്ന് വീട് വരെ പോവട്ടെ. അമ്മയെ കണ്ടിട്ട് ഒരുപാടായി. സിദ്ധുവേട്ടൻ പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ തീരെ സുഖമില്ലെന്ന്. മോൾ ജയനോട് പറഞ്ഞില്ലേ? മഹേശ്വരിയമ്മ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൾ തലയാട്ടി. അമ്മ പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങട്ടെ. മോളെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഞാനില്ലാതെ അവൾ നിൽക്കില്ല. അതിന് ചോദിക്കണമോ? നിന്റെ മോളല്ലേ? റൂമിൽ ചെല്ലുമ്പോൾ ജയൻ ഉണർന്നു. മോൾക്ക് ഡ്രസ്സും മാറ്റി അവളെ ബെഡിലിരുത്തി. കുഞ്ഞ് ബാഗെടുത്ത് ദേവിയുടെയും മോളുടെയും 1-2 ജോഡി ഡ്രസ്സ് അതിനുള്ളിലാക്കി. അത് കണ്ടതും ജയൻ പുരുകം ചുളിച്ചുകൊണ്ട് ദേവിയെ നോക്കി. എനിക്ക് അമ്മയെ ഒന്ന് കാണണം. സുഖമില്ലാതെ കിടക്കുകയാണ്. ഞാനും മോളും 2 ദിവസം കഴിഞ്ഞ് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് ദേവി റൂമിന് പുറത്തേക്ക് ഇറങ്ങി.